നിങ്ങൾ കയറിയിരിക്കേണ്ടടുത്ത് നിങ്ങൾ കയറിയില്ലായിരുന്നു. നിങ്ങൾ അവിടെ പട്ടി കയറിയിരിക്കും. നിന്നല്ല നിനക്ക് ശ്രീവിദ്യനെ ചോദിച്ചാൽ അറിയത്തില്ല അല്ലേ? എടാ പാടാ, നമുക്ക് സ്വിച്ച് ഒക്കെ ഞെക്കി കളിക്കാം. താങ്ക് യു. എന്നെ ഇങ്ങനെ പ്രശംസിക്കല്ലേ, അഹങ്കാരം കൂടും. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീവിദ്യ ടബ്? ഡെഡ്ലി പ്രൊഫഷണൽ. ആ ബാലമണിയുടെ ബർത്ത്ഡേ ആണ്, എന്താ പറയാനുള്ള? കണ്ണാടി വെക്കാം. ഓക്കെ, കള്ളം പറഞ്ഞാൽ കണ്ണിൽ അറിയാൻ പറ്റും. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ആക്ച്വലി രാവിലെ എണീറ്റു, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പൊരിഞ്ഞ മഴയാണ്. അപ്പം ഇന്ന് ഡബ്ബാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ക്രേസി കപ്പിൾ, അതായത് ജസ്റ്റ് മാരിഡ് തിങ്സിന്റെ നമ്മൾ പേര് മാറ്റി അടുത്ത സീസണിൽ ക്രേസി കപ്പിൾസ് ആണ്. അതിന്റെ ഡബ്ബാണ് നടക്കുന്നത് സൗത്തില്. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഗൈസ് നല്ലത്. ഇങ്ങനെ മഴയാ. അപ്പോൾ അവിടെ പോകണം, ഡബ് ചെയ്യണം, പിന്നെ ഫോട്ടോഷൂട്ട് വേണ്ട, നമ്മുടെ പോസ്റ്റർ ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞ് രാത്രി എനിക്ക് ട്രിവാൻഡ്രം പോകണം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഷെഡ്യൂള്. അപ്പം നമുക്ക് നമ്മുടെ ഡബ്ബും നമ്മുടെ ടീമൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാം. ഇന്ന് എൻ്റെ കൂടെ ഉണ്ടാവണം. വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോള് ബൈ ശ്രീവിദ്യ. ഞാനേ കുറച്ചൊരു മഴ ആസ്വദിച്ച് നിന്നിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാട്ടോ. ഡീഹൈഡ്രേഷനും ഉണ്ട്, മാത്രമല്ല വല്ലാത്തൊരു ഡൾനെസ്സും. ഞാൻ ഈ കാലാവസ്ഥയുടെ ആണെന്ന് കരുതി നിൽക്കുമായിരുന്നു. എനിക്ക് മാത്രമല്ല, ഈ പ്രശ്നം നിങ്ങൾക്ക് പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഈ മൂന്നെണ്ണത്തിനും കൂടെ ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു റെവല്യൂഷണറി സിറം പരിചയപ്പെടുത്തി തരട്ടെ. ദ ഡെർമാക്കോയുടെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം ആണ് കേട്ടോ. അതെ, അതേ സ്നെയിൽ മ്യൂസിൻ തന്നെ, നമ്മുടെ കൊറിയക്കാരുടെ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്നെയിൽ മ്യൂസിൻ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കും, സോഫ്റ്റ് ആക്കും, അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ വയ്ക്കും. നമ്മുടെ ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. 96% പ്യുവർ സ്നെയിൽ സെക്രേഷൻ ഫിൽറ്ററും 2% പെപ്റ്റൈഡ് കോംപ്ലക്സും 2% നിയാസിനിമൈഡും ആയിട്ട് ഒരു സിറം വരുന്നത്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ആഫ്റ്റർ ഗ്ലോയും ഹൈഡ്രേഷനും ഈവൻ സ്കിൻ ടോണും തരും. ഇതിലുള്ള സ്നെയിൽ മ്യൂസിൻ ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന്റെ ഇറിറ്റേഷനും ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കും. പിന്നെ കൂടെയുള്ള പെപ്റ്റൈഡും നിയാസിനിമൈഡും നമ്മുടെ സ്കിന്നിന്റെ റീജനറേഷൻ കൂട്ടുകയും കൊളാജൻ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ഒക്കെ മാറിയിട്ട് അൺഈവൻ സ്കിൻ ടോൺ തരും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിറം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്ന് വെൽ ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്, സപ്പിൾ, ഹൈഡ്രേറ്റഡ്. പിന്നെ ഈ പേരിലുള്ള പോലെ നമ്മൾ ഈ സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒച്ചിനെ പോലും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. സോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ദേ കയ്യിലായിട്ട് കുറച്ച് സിറം എടുക്കുക, എന്നിട്ട് മുഖത്തും കഴുത്തിലും സിറം അബ്സോർബ് ആവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഇതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത് വരും. നല്ല സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒബ്സർവ് ആവും കേട്ടോ. പിന്നെ അറിയാലോ, ഡെർമാക്കോയുടെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഡെർമാക്കോയുടെ യങ് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ വർഷം 15,000-ലധികം സ്റ്റുഡൻസിനെ അവർ എംപവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെർമാക്കോയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ ഓർഡർ ഒരു കുട്ടിയുമായിട്ട് ലിങ്ക് ചെയ്യും. അപ്പം അതുവഴി അവരവരെ പഠിപ്പിക്കും. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ശ്രീ 2024 ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഡെർമാക്കോയുടെ വെബ്സൈറ്റിൽ നിന്ന് 20% ഡിസ്കൗണ്ടോട് കൂടെ ഇത് മേടിക്കാവുന്നതാണ് കേട്ടോ. മാത്രമല്ല നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പേർപ്പിളിലും ഇത് ലഭ്യമാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ, ട്രൈ ചെയ്തോളൂ, റിസൾട്ട് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അതിനേക്കാൾ മുൻപേ സ്റ്റുഡിയോ പിടിക്കണം, എൻ്റെ കൂടെ നിങ്ങളും വരണം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ എന്താണ് കോസ്റ്റ്യൂമും കൂടെ കേട്ടോ. നമുക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ. സോ നമ്മളിവിടെ എത്തി, ഇനി പതിയെ ഇറങ്ങണം. അപ്പോഴത്തേക്ക് എല്ലാവരും വരും, നമ്മുടെ ടീമിലെ ക്രൂ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തും. സോ നമ്മൾ പതിയെ ഡബ് തുടങ്ങി. എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഉള്ളതൊക്കെ വച്ച് ഞാനൊരു 90,000 രൂപ ആക്കി തരാം. ചായ കുടിക്കാം. എന്നാ നമുക്ക് ചായ കുടിച്ചിട്ട് വന്നല്ലോ. ഇവിടെ പോടാ, എവിടെ പോയി ചായ കുടിക്കൂടാ? ഇതിനെ ചായ കുടിച്ചില്ലേ? ചായ കുടിത് ഒന്ന്. ഹായ്.
വണ്ടിയൊക്കെ ഓട്ടിക്കാൻ അറിയോ? നിനക്ക് ശ്രീവിദ്യനെ ചോദിച്ചാൽ അറിയത്തില്ല അല്ലേ? പറ പറ. എന്നോട് മച്ചാൻ വന്നിട്ട് ഓൾറെഡി ആ കല്യാണത്തിനെ പോയിട്ട് ഷാരിക്കിനെ പോലെ ഫ്രണ്ട്സ് എനിക്ക് അറിയില്ല. എല്ലാവരും കണ്ട് ബ്രോ എന്നെ മനസ്സിലായോ? ഞാനാണ് ആലോചിച്ചത് ഓ എവിടെ അങ്ങനെ എന്നോട് വന്നിട്ട് ഒരാൾ ബ്രോ എന്നെ മനസ്സിലായോ? ഇല്ല. അപ്പൊ പറഞ്ഞ ഞാൻ ശ്രീവിദ്യയുടെ ഹസ്ബൻഡ്. അവൻ എന്റെ അടുത്ത് ശ്രീവിദ്യയുടെ പക്ഷെ ഏത് ശ്രീവിദ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അവൻ ചുമ്മാ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. അത് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ ഡബിങ് സ്റ്റുഡിയോയുടെ ഡോർ എനിക്ക് തുറക്കാറിഞ്ഞൂടാ. ഭയങ്കര വെയിറ്റ് അല്ലേ? അല്ലാതെ ഇതായിട്ടല്ല. അല്ല ഇവൻ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നേ? അതെ അതുകൊണ്ടല്ല. നിങ്ങൾ കയറിയിരിക്കേണ്ടടുത്ത് നിങ്ങൾ കയറിയില്ലായിരുന്നു. നിങ്ങൾ അവിടെ പട്ടി കയറിയിരിക്കും. നിന്നല്ല പട്ടി കയറിയിരുന്നു. കോഫിയുടെ പരിപാടി. കോഫി അല്ല ചായ. ചായ വേണോ? വേണ്ടേ? എനിക്കിവിടെ ഒരു ചായ കിട്ടും. കിട്ടും. തരാടാ. എടാ വാടാ നമുക്ക് സ്വിച്ച് ഒക്കെ ഞെക്കി കളയാം. എടാ അവനെന്തേ പ്രണവ്? പ്രണവല്ലേ ബാക്കി വെക്കുന്നത്? എടാ ഞാൻ ഉണ്ടെന്ന് പറയണ കേട്ടു. അയ്യോ ഞാൻ എവിടെ സ്വിച്ച് ഒക്കെ നിൽക്കുന്നത്? ജീവിച്ചേട്ടാ അറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഡബിന് വന്നിരിക്കുകയാണ്. എന്തോണ്ടാ നീ എന്തിനാ ഇവിടെ? ബ്യൂട്ടിഫുൾ ആണല്ലോ. എവിടെ കീക്കി? എവിടെ അമർ? എവിടെ? അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. കീ വാ. ഞങ്ങൾ കീക്കിന്ന് പറയാ. ഇറങ്ങി അലൻ ജീവിതത്തിൽ തന്നെ വളരെ കൈപ്പേറിയ ദിവസമായിരിക്കും കേട്ടോ. പിടിച്ചു നിക്കണം. പകുതിക്ക് വെച്ച് ഇറങ്ങി പോവാൻ തോന്നും. പോവരുത്. പോയാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അതിങ്ങോട്ട് പുള്ളിക്ക് റിലാക്സേഷൻ ടൈം കൊടുക്കണം കേട്ടോ. ഒന്ന് പോയേച്ചി. അനി ഞാൻ റൂമിൽ പോവാം. എനിക്ക് ഫ്രഷ് ആവണം. നീ വരണ്ടോ? വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നീ കേട്ടില്ലല്ലോ ഇവിടുത്തെ സപ്പോർട്ട്. അല്ല ഇവിടെ കേൾക്കാൻ പറ്റിയില്ല. എക്സ്പ്രഷൻ ഇനി എപ്പിസോഡ് കാണാൻ ശ്രീവിദ്യ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എനിക്കിത് തുറക്കാൻ പറ്റും. ഇത് ഈസിയാണല്ലോ. ബാക്കി എവിടേക്കും തുറക്കാൻ പറ്റും. എനിക്ക് ഡബിങ് സ്റ്റുഡിയോയുടെ വാതിൽ എപ്പോഴും ഈസിയാ. ഞങ്ങളില്ല. എന്താ ഞങ്ങളില്ല. ഞങ്ങളിപ്പോ വെക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെ നിൽക്കോ പോവോ എന്താന്ന് വെച്ചാ ചെയ്യും. ഓക്കെ. എന്ത് ഞങ്ങളില്ല. ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാ. നിങ്ങൾ ഇവിടെ നിൽക്കോ പോവോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ. മാറാ അങ്ങോട്ട്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഒരു പെട്ടെന്ന്, അതായത് ഒരു എപ്പിസോഡ് ഞാൻ അത്ര ഫാസ്റ്റാ തീർക്കാന്ന് പറയാം. എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. കുറെ ടേക്ക് ഒന്നും ഇല്ലായിരുന്നു. നീ ആദ്യം ഇവിടെ ഉണ്ടാവണം, എന്നാലേ അറിയത്തുള്ളൂ. അതെ, ലിപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും ലിപ്പ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വർക്ക് ചെയ്യുന്നത്. താങ്ക് യു. എന്നെ ഇങ്ങനെ പ്രശംസിക്കല്ലേ, അഹങ്കാരം കൂടും. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീവിദ്യ ഡബ്? ഞാൻ ഡെഡ്ലി പ്രൊഫഷണൽ. താങ്ക് യു. അതന്നെ അതന്നെ ആ ഡോർ. അന്താരമാണല്ലോ. ലൈറ്റ് ആണോ? എല്ലാം 8ാമത്തെ ടേക്കിലെങ്കിലും ഓക്കെ ആണ്. ഒറ്റപ്പാലത്ത് പോയി രണ്ടിനും ടീച്ചർമാര് കഴിഞ്ഞായിരുന്നോ? ആ ഒന്ന് പോയി തരാമോ? റിസോർട്ടിലൊക്കെ വരുന്നതില്ല. എല്ലാം അറിയും പുഷ്പയ്ക്കോ, ചില കാര്യങ്ങൾ അറിയില്ല. കുരുവാണെങ്കിൽ തടവിക്കൂ. വേണ്ട. എല്ലാവരുടെയും അനുവാദത്തോട് വെച്ച് ഉണ്ടാക്കട്ടെ. അനുവാദം ഇല്ല. വേറെ പാട്ട് പറഞ്ഞ ഒരു സൽബുത്തൻ പാട്ട്. മൂത്ത കാരണം വിശാൽ ഈ കല്യാണ ക്യാമറമാനെ കൊണ്ട് വേറെ ആർക്കും വേണ്ടേ? കുറച്ചുള്ളൂ, അത്ര വലിയ ഭാവമൊന്നും വേണ്ട. ശ്രീവിദ്യക്ക് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. എനിക്ക് ടിഷ്യൂ ഇവിടെ ഇനി എല്ലാവരും കേക്ക് എടുക്കും. എൻജോയ് ಮಾಡಿ. വെബ് സീരീസും നന്നായിട്ട് വരട്ടെ. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്നല്ല ഇത് അറേഞ്ച് ചെയ്തു വന്ന് വൈശാഖ് വന്നു, എല്ലാം പടപടയിൽ നടന്നു. അങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ വൈശാഖ് പെട്ടെന്ന് കാര്യം ചെയ്യാൻ അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കും. അപ്പുറത്തൊന്ന് പോവാം. സുധിൻ എന്താ പറയാനുള്ളത് ശ്രീവിദ്യയെ പറ്റി? വളരെ നല്ല ജീവചേട്ടാ, ആ ബാലമണിയുടെ ബർത്ത്ഡേ ആണ്, എന്താ പറയാനുള്ളത്? കണ്ണാടി വെക്കാം. ഓക്കെ. കാര്യം കള്ളം പറഞ്ഞാൽ കണ്ണിൽ അറിയാൻ പറ്റും. വളരെ വളരെ നല്ല മനസ്സിനോടവ നമുക്കൊക്കെ പിന്നെയും വർത്താനം പറയാൻ തോന്നും. അതെ അതെ.
ശ്രീ ബാല വരുമ്പോൾ ശ്രീവിദ്യ വിളിക്കാൻ മനസ്സുകൊണ്ട് പറ്റുന്നില്ല. ബാല വരുമ്പോൾ ഞങ്ങളുടെ പിന്നെ സെറ്റിന് ജീവൻ വെക്കും. ബാല പോകുമ്പോൾ ഞങ്ങളുടെ സെറ്റ് മരിക്കും. പിന്നെ ഞങ്ങൾക്ക് ജീവൻ വെക്കണേ പിറ്റേ ദിവസം രാവിലെയാണ്. സോ ഗായ്സ്, ഞാൻ വീട്ടിലെത്തി. അപ്പം ഒരു വൈൻഡപ്പ് പോലും പറഞ്ഞില്ല. ഞാൻ അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ അതിലായിപ്പോയി. സോ ഡബിങ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. എനിക്ക് രാത്രി ട്രിവാൻഡ്രം പോകണം. അപ്പം അടിപൊളി ദിവസമായിരുന്നു. എൻ്റെ സർപ്രൈസും എനിക്ക് അടിപൊളിയായിരുന്നു. താങ്ക്സ് ടു ഓൾ ക്രൂ. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അതൊക്കെ താങ്ക് യു ഒക്കെ പറയണത്. പിന്നെ അവരോട് താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. എനിക്ക് പെട്ടെന്ന് പാക്ക് ചെയ്ത് ഇറങ്ങണം. ആൻഡ് എന്തായിരുന്നു, ഇന്ന് എൻ്റെ ഡബിങ് ഡേ ആയിരുന്നു. പിന്നെ ക്രേസി കപ്പിൾസ് ഇറങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ജസ്റ്റ് മാരിഡ് തിങ്സിന് തന്നത് സെയിം ക്രൂ ആണ്, സെയിം കഥയാണ്, എല്ലാമാണ്, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. സോ എല്ലാ സപ്പോർട്ടും തരണം. ഞങ്ങളെങ്ങനെ കൂടെ എങ്ങനെ പിടിക്കണം എന്നിട്ടും പോലെ. സോ താങ്ക് യു സോ മച്ച്. ഇതിവിടെ തീരെയാണ്. ബൈ.